ശബരിമലയിലെ 18 പടികൾക്കുമടിയിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദിവ്യ കാവലാണ് സ്വർണ്ണനാഗങ്ങൾ. പഴയ പുരാണങ്ങൾ പറയുന്നു, അയ്യപ്പസ്വാമി ശ്രീധർമ്മ ശാസ്താവായി ശബരിമലയിൽ സ്ഥാനമേറ്റപ്പോൾ പന്തളം രാജാവിന് ക്ഷേത്രം പണിയാൻ അനുഗ്രഹം നൽകി. ക്ഷേത്രത്തിന്റെ മുഖ്യ പ്രവേശനമായി 18 പടികൾ വേണമെന്ന് പറഞ്ഞു. ഈ പടികൾ എന്റെ ആത്മസാന്നിധ്യത്തിലേക്കുള്ള പാതയാണ്. ഇതിന്റെ അടിയിൽ ഞാൻ ധർമ്മത്തിന്റെ അഗ്നിശക്തി നിക്ഷേപിക്കുന്നു. അതിന് കാവലിരിക്കാൻ ഞാൻ നാഗദേവന്മാരെ നിയമിക്കുന്നു. അപ്പോൾ ആകാശം പ്രകാശത്തോടെ തെളിഞ്ഞു. അഗ്നിപ്രഭയിൽ നിന്നും മിന്നിമറിഞ്ഞ സ്വർണ്ണനാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകളിൽ ദിവ്യജ്വാല. അവ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ മസ്തകമുതുക്കി പ്രാർത്ഥിച്ചു. സ്വാമി, അങ്ങയുടെ ധർമ്മശക്തിക്ക് ഞങ്ങൾ കാവലിരിക്കും. അശുദ്ധ മനസ്സുള്ളവർക്ക് ഈ പടികൾ കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ സ്വാമി ചിരിച്ചു പറഞ്ഞു, ഈ പടികൾ കയറാൻ അഹങ്കാരമില്ലാത്തവർക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾ അതിനുള്ള കാവലാകട്ടെ. അങ്ങനെ സ്വർണ്ണനാഗങ്ങൾ പടികളുടെ അടിയിൽ സ്ഥാനം നേടി അയ്യപ്പന്റെ ദിവ്യശക്തിയെ ശാശ്വതമായി സംരക്ഷിച്ചു. പുരാണങ്ങൾ പറയുന്നത് ഇവ സാധാരണ നാഗങ്ങൾ അല്ല. അവർ അനന്തൻ, അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ ശ്രേഷ്ഠനാഗം, വാസുകി, തക്ഷകൻ തുടങ്ങിയ ദിവ്യനാഗങ്ങളുടെ പ്രതിനിധികളാണ്. 18 പടികൾക്കടിയിൽ അയ്യപ്പന്റെ മൂലധർമ്മശക്തി സ്ഥിതി ചെയ്യുന്നു. അതിനാൽ അതിനു നേരെ തൂലികയാൽ പോലും സ്പർശനം നടത്താൻ സാധ്യമല്ല. പഴയ ആചാരപ്രകാരം ക്ഷേത്രത്തിലെ മുഖ്യ താന്ത്രികർ മാത്രമേ ആ ഭാഗത്തേക്ക് അടുക്കാറുള്ളൂ. കാലം മാറി വർഷങ്ങൾ കടന്നു. പക്ഷെ ഇന്നും ഭക്തർ പറയുന്നുണ്ട്, മണ്ഡലകാലത്ത് അർദ്ധരാത്രിയിലോ മഴതുള്ളികളിൽ പ്രകാശം തിളങ്ങുമ്പോഴോ പടികളുടെ അടിവശത്ത് നാഗപ്രഭയുടെ തെളിച്ചം കാണാമെന്ന്. അത് നാഗങ്ങളുടെ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്ന് വിശ്വാസം. പടികളുടെ അടിയിൽ സ്വർണ്ണനാഗങ്ങൾ ഉണ്ട് എന്നത് ഒരു കഥയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അഹങ്കാരവും ദോഷവും വിട്ട് ശരണമായാൽ മാത്രമേ ദൈവസാന്നിധ്യം പ്രാപിക്കാനാകൂ എന്നത്.